ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശില്പ. 2025 ആദ്യത്തെ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞു. അതിന്റെ റിസൾട്ടും വന്നു. ഇനി രണ്ടാമത്തെ കേട്ടറ്റ് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പിലായിരിക്കും പലരും. അപ്പോൾ എന്തുകൊണ്ടാണ് കേട്ടറ്റ് പരീക്ഷയ്ക്ക് ഇത്രയേറെ പ്രാധാന്യം, അതും ഇനി വരാനിരിക്കുന്ന പരീക്ഷയ്ക്ക്? അതായത് നമ്മൾ കേട്ടറ്റ് പരീക്ഷ കഴിഞ്ഞ പ്രാവശ്യത്തെ എഴുതി കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല, ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ല, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പാസ്സാകാതെ പോയവരുണ്ട്. അതല്ലാതെ കൃത്യമായിട്ട് നോക്കിയില്ല, വെറുതെ ഒരു പോയി പരീക്ഷ എഴുതി, അങ്ങനെയുള്ളവരും ഉണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഇനി വരുന്ന പരീക്ഷ എല്ലാവർക്കും, അതായത് കഴിഞ്ഞ പ്രാവശ്യം എഴുതിയവർക്കും ഇനി ആദ്യമായി എഴുതാൻ പോകുന്നവർക്കും ഒക്കെ പ്രധാനപ്പെട്ടതാണ്. കാരണം നമുക്കറിയാം, നമ്മളെല്ലാവരും മുന്നോട്ട് കാണുന്ന ഏറ്റവും വലിയ ഒരു എക്സാം എന്ന് പറയുന്നത് LPST UPST തന്നെയാണ്. ഇനി വരുന്ന ഒരു നോട്ടിഫിക്കേഷന് മുൻപ് മാക്സിമം 4ഓളം കേട്ടറ്റ് പരീക്ഷകളാണ് നമ്മുടെ മുന്നിൽ ഏകദേശം ഉണ്ടാവുക. അത് ചിലപ്പോൾ 4, 5 അങ്ങനെ മാറി വരാം. എങ്കിലും മാക്സിമം നമ്മൾ നോക്കുന്നത് 4 കേട്ടറ്റ് പരീക്ഷകളായിരിക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് നമ്മളൊരു കേട്ടറ്റ് നേടിയെടുക്കുകയാണ് എങ്കിൽ നമുക്ക് മുന്നോട്ട് LPST UPST പോലെയുള്ള പരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പ് വളരെ നേരത്തെ തന്നെ തുടങ്ങാം. എന്തിനാണ് വളരെ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങാം എന്ന് തന്നെ പറയുന്നത്? കാരണം നമുക്ക് സിലബസിനെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്നതിനും പഠിച്ച കാര്യങ്ങൾ നല്ല രീതിയിൽ ഉറപ്പിക്കുന്നതിനും, അല്ലെ, റിപ്പീറ്റ് ചെയ്ത് റിവിഷൻ ചെയ്ത് നമുക്ക് ഈ ഭാഗങ്ങൾ ഉറപ്പിക്കുന്നതിനും ഈ നേരത്തെയുള്ള പ്രിപ്പറേഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ്? കേട്ടറ്റ് നേടിയെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയുടെ പ്രാധാന്യം എന്താണ്? 1ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പുതുക്കിയ പാഠപുസ്തകത്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഇനി വരുന്ന കേട്ടറ്റ് എന്ന് പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ 1, 3, 5, 7, 9 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങളിലായിരുന്നു മാറ്റമുണ്ടായിരുന്നത്. ഈ അധ്യയന വർഷം മുതൽ 2, 4, 6, 8, 10 ക്ലാസ്സുകളിലെ പാഠപുസ്തകങ്ങൾ മാറി, അല്ലെ? അതായത് ഇപ്പോൾ 1 മുതൽ 10 വരെയുള്ള പാഠപുസ്തകങ്ങൾ പുതുക്കിയതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇനി വരാൻ പോകുന്ന കേട്ടറ്റ് പരീക്ഷ. അതായത് നമ്മുടെ കയ്യിൽ കുറേ പഠിക്കാനുണ്ട്, അല്ലെ? പുതിയ പാഠപുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ, അതായത് കഴിഞ്ഞ പ്രാവശ്യം അറിയാം 5ലെയും 7ലെയും ഒക്കെ പാഠപുസ്തകം എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് കുറേയും കൂടിയും ഡീറ്റെയിൽ ആയിട്ട് പുതിയ കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല റിച്ച് കണ്ടന്റ് എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ പാഠപുസ്തകം. അപ്പോൾ ഇനി 6ലെയും 8ലെയും ഒക്കെ പാഠപുസ്തകങ്ങൾ നിങ്ങൾ പഠിക്കേണ്ടി വരുമ്പോൾ കുറേയും കൂടിയും കാര്യങ്ങൾ അവിടെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതായിട്ടുണ്ട്. അതായത് നല്ല തറോ ആയിട്ട് പാഠപുസ്തകങ്ങൾ മനസ്സിലാക്കി വേണം ഇനി വരുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ ഒരുങ്ങാനായിട്ട്. അപ്പം നമുക്കറിയാം, കേട്ടറ്റ് പരീക്ഷ എന്ന് പറയുമ്പോൾ അത് പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ്. നമുക്കതിനൊരു സിലബസ് ഉണ്ട് എങ്കിൽ കൂടി ആ സിലബസിനേക്കാളും കൂടുതൽ പ്രാധാന്യം എന്തിനു തന്നെയാണ്? പാഠപുസ്തകങ്ങൾക്ക് തന്നെയാണ്. പ്രത്യേകിച്ച് കാറ്റഗറി 1 ആയാലും 2 ആയാലും 3 ഒക്കെ നമുക്ക് പിന്നെ നമ്മുടെ സബ്ജക്റ്റ്, നിങ്ങൾ ഓൾറെഡി B.Ed പഠിച്ച സബ്ജക്റ്റുകളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് അവിടെ ചോദ്യങ്ങൾ വരുന്നത്. പക്ഷേ കേട്ടറ്റ് 1ന്റെയും 2ന്റെയും കാര്യം എടുത്താൽ കൃത്യമായിട്ട് പാഠപുസ്തകങ്ങളെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് ഇവിടെ ചോദ്യങ്ങൾ വരുന്നത്. നമുക്ക് സിലബസ് ഉണ്ട് എങ്കിൽ കൂടി ആ സിലബസിന് ഉപരി നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് പാഠപുസ്തകത്തിന് തന്നെയാണ്. അപ്പൊ ഇനി വരാനിരിക്കുന്ന കേട്ടറ്റ് പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുമ്പോൾ എന്ത് ചെയ്യണം? പാഠപുസ്തകങ്ങളെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു പ്രൈവറ്റ് ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുമെങ്കിൽ പോലും നമുക്ക് കേട്ടറ്റ് നേടിയിരിക്കണം, അല്ലേ? നിങ്ങൾ DLED TTCയോ കഴിഞ്ഞവരാണ് എങ്കിൽ കേട്ടറ്റ് 1ഓ 2ഓ നിങ്ങൾ നേടിയിരിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്ക് പല സ്ഥലങ്ങളിലും ഇന്റർവ്യൂ പോലും അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ആ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യണമെങ്കിൽ പോലും കേട്ടറ്റ് ആവശ്യകതയായിട്ട് മാറിയിരിക്കുന്ന ഈ ഒരു സമയത്ത് ഇതിന് ഒരിക്കലും ഉദാസീനത കാണിക്കരുത്. നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ്, അതായത് ലാസ്റ്റ് സെമിസ്റ്ററുകാരാണ് അല്ലെങ്കിൽ ലാസ്റ്റ് ഇയറുകാരാണ് എങ്കിൽ കൂടി നിങ്ങൾക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്താൽ ഇപ്പോൾ നിങ്ങൾക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. പുതിയ നോട്ടിഫിക്കേഷൻ അടുത്ത് തന്നെ ഉണ്ടാവും. കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷ കഴിഞ്ഞു, റിസൾട്ട് വന്നു, വെരിഫിക്കേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്ത നോട്ടിഫിക്കേഷനുള്ള കാത്തിരിപ്പ് മാത്രമല്ല, നമുക്ക് എന്താണ് പഠിക്കേണ്ടത് എന്നുള്ള കാര്യം ഓൾറെഡി അറിയാം, അല്ലേ? അവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഞാൻ പറഞ്ഞ പോലെ തന്നെ പാഠപുസ്തകം തന്നെയാണ്. അവിടെ കാറ്റഗറി 1 ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ 8ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കിയിരിക്കണം. അതുപോലെ തന്നെയാണ് കാറ്റഗറി 2വിനും. അപ്പോൾ ഈ 8ാം ക്ലാസ് വരെയുള്ള പാഠപുസ്തകം വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം എങ്കിൽ കൂടി ഒരുപാട് കാര്യങ്ങളുണ്ട്.
അപ്പോൾ നേരത്തെ തന്നെ പഠിച്ചു തുടങ്ങുക. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയ ബാച്ചുകൾ ആരംഭിച്ചിട്ടുണ്ട്. കാറ്റഗറി 1, 2, 3, 4 എല്ലാ കാറ്റഗറിയിലേക്കുമായിട്ടുള്ള ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരീക്ഷ നല്ല ഈസി ആയിട്ട് വളരെ കോൺഫിഡൻറ്റോടുകൂടി നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ കൃത്യമായിട്ട് ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങാം. നോട്ടിഫിക്കേഷൻ വന്നിട്ട് പഠിക്കാം, അല്ലെങ്കിൽ ഹാൾ ടിക്കറ്റ് വന്നിട്ട് പഠിക്കാം. ഇതൊന്നും പഠിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല. കാരണം എവിടെയെങ്കിലുമൊക്കെ നിന്നുപോകും. നമുക്ക് ഒരു സബ്ജക്റ്റ് മാത്രം പഠിച്ചാൽ പോരാ അല്ലേ. കാറ്റഗറി 1 ആണ് എന്നുണ്ടെങ്കിൽ 5 ടോപ്പിക്കുകൾ അല്ലെങ്കിൽ 5 സബ്ജക്റ്റ് നമുക്ക് പഠിക്കാനുണ്ട്. അവിടെ സൈക്കോളജിക്ക് പ്രാധാന്യമുണ്ട്, ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, EVS എല്ലാതും ഈക്വലായിട്ട് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഓരോ സബ്ജക്റ്റിനും പ്രാധാന്യം നൽകിക്കൊണ്ട് നമുക്ക് പഠിച്ച് മുന്നേറാനായിട്ട് ലൈവ് ക്ലാസ്സുകളും മോക്ക് ടെസ്റ്റുകളും റിവിഷൻ എക്സാമുകളും വർക്കൗട്ടുകളും ഒക്കെ ആയിട്ട് കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ക്ലാസ്സുകൾ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയാനായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഈ ഒരു പരീക്ഷ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് എന്ന് നിങ്ങളോട് പറയേണ്ട കാര്യമില്ല അല്ലേ. നിങ്ങൾ ഓൾറെഡി TTC ചെയ്യുമ്പോഴോ BEd ചെയ്യുമ്പോഴോ നിങ്ങൾ ഓൾറെഡി അറിഞ്ഞു കാണും ഇതിൻ്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു പ്രാധാന്യത്തെ മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ പുതിയ പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങുക. കോമ്പറ്റേറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ കൂട്ടുകാർക്കും ഷെയർ ചെയ്യാം. അതുപോലെ തന്നെ അധ്യാപക പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കാര്യങ്ങളും കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ നിന്ന് ഈ ഒരു ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്